എത്ര ഹൃദ്യമായിട്ടാണ് ദൈവം മോശയോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ, ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളൊക്കെ ഇങ്ങനെ മോശയോട് പറഞ്ഞു കൊടുക്കുമ്പോഴേ എന്തോരം ദൈവം ആ മോശയിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. തിരിച്ച് മോശ അതുപോലെ. അതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ മനസ്സ് ദൈവം മോശയുടെ മുമ്പിൽ തുറക്കുന്നത്. നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവം എങ്ങനെയായിരിക്കും? നമ്മുടെ പുറത്ത് ഇമാതിരി ഒരു ഉറപ്പ് ദൈവത്തിനുണ്ടാവുമോ? ഇമാതിരി ഒരു വിശ്വാസം ദൈവത്തിനുണ്ടാവുമോ? ദൈവത്തിൻ്റെ മനസ്സ് തുറക്കാൻ ദൈവം ഇത്ര ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ റേഞ്ചിലോട്ടൊന്ന് എത്തണ്ടേ. പലപ്പോഴും ഈസിയുടെ വേവ്സ് പോലെ നമ്മളിങ്ങനെ കയറി ഇറങ്ങുകയും ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെ ദൈവം നമ്മുടെ പുറത്ത് വിശ്വസിക്കും? നമുക്കൊരു മടങ്ങിപ്പോക്ക് ദൈവത്തിങ്കിലേക്ക് വേണ്ടേ? സ്ഥിരതയുള്ള, ഉറപ്പുള്ള ആത്മീയതയിലേക്ക് നമ്മളും പോകണ്ടേ? അതുപോലെ ദൈവത്തിൻ്റെ പുറത്ത് നമുക്കുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ടെൻഷൻ എടുക്കുമോ? ഇന്നലകളിൽ കരുതിയ നമ്മുടെ ദൈവം ഇന്നും നാളെയും കരുതാൻ ശക്തനാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നല്ലതുപോലെ ഉണ്ടായിട്ടും എന്തേ നമുക്ക് അത്രയ്ക്കങ്ങ് വിശ്വസിക്കാൻ പറ്റാത്തത്? അതുകൊണ്ടല്ലേ നമ്മൾ ഭാരപ്പെടുന്നത്? അതുകൊണ്ടല്ലേ നമ്മൾ വിചാരപ്പെടുന്നത്? ഒന്ന് സ്വയശോധന ചെയ്യും.